ഞാനീ മോതിരമൊന്നൊഴിയുമ്പോൾ ഒരു ദാഹം നിൻ കണ്ണിൽ തിളങ്ങും. ഞാൻ ഗുരുകുലം വളർത്തിയ കുളിരേ, കുവലയമിഴിയാമഴകേ, കണ്ണാ കദളി വനങ്ങൾ കരികിലല്ലോ കടത്ത നാടൻ കളരി കടത്തണവാളനായി മാറി വന്നു മണവാളനായി കൂടെ കുളിക്കാനിളം കാറ്റ്, കുരവ വിളിക്കാൻ മുളം കാട്. മലയാള സിനിമയിലെ മർലിൻ മൺറോ എന്ന് പറയുമ്പോൾ ചിലർക്ക് ചോദിച്ചേക്കാം, എന്നുവെച്ചാൽ ഹോളിവുഡ് സിനിമകളിലെ ഒരു കാലത്ത് യുവഹൃദയങ്ങളെ കീഴടക്കിയ ഒരു അപ്സരസായിരുന്നു മർലിൻ മൺറോ. അതുപോലെ തന്നെയാണ് യുവഹൃദയങ്ങളെ ഇത്രത്തോളം ഇളക്കി മറിയിച്ച മാദക ചലനങ്ങൾ കൊണ്ട് വികാരങ്ങളെ ചൂടുപിടിപ്പിച്ച ഒരു മറ്റു മലയാള നടി ഉണ്ടോ എന്ന് സംശയമാണ്. ഇത്രയധികം വശ്യമായ സൗന്ദര്യം ഒത്തിണങ്ങിയ ഒരു നടി മലയാളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അത് ഒരു മാദക ഭംഗി തന്നെയായിരുന്നു അവരുടെ ചലനങ്ങളിൽ. അലസ മതാലസ എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊരു പാട്ട് കേട്ടില്ല, അതിന് തികച്ചും അന്വർത്ഥമായിരുന്നു മലയാള സിനിമയിലെ വിജയശ്രീ. വള്ളിയൂർക്കാവിലെ കന്നിക്ക് വയനാടൻ പുഴയിലിന്നാറാട്ട്, കൂടെ കുളിക്കാനിളം കാറ്റ്, കുരവ രാജ്യത്തെ രാജാവിന് മൂക്കിന്റെ തുമ്പത്തു കോപം, മുറിമൂക്കിന്റെ തുമ്പത്തു കോപം. പഞ്ചവടിയിലെ മായാസീതയോ പങ്കജമലർ ബാണമെയ്തു. അവർ കൊല്ലത്താണ് അവരുടെ അച്ഛൻ്റെ സ്വദേശം. അവർ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത കാലത്ത് പത്രങ്ങളൊക്കെ നിറഞ്ഞിരുന്നു. പക്ഷേ അച്ഛനുമായിട്ട് എന്തോ പ്രശ്നങ്ങളുണ്ടായി. അമ്മ മദ്രാസിൽ കുടിയേറി പാർക്കുകയും അവിടെ ഈ ഡാൻസ് ട്രൂപ്പുകളിൽ അംഗമാകുകയും അങ്ങനെ തമിഴ് തെലുങ്ക് സിനിമകളിൽ നർത്തകിയായിട്ടായിരുന്നു അവരുടെ തുടക്കം. അത് കുറേ നാളിന് ശേഷം നമ്മൾ ഈ തെലുങ്ക് തമിഴ് സിനിമ ഡബ് ചെയ്ത് വരുമ്പോൾ അവർ നൃത്തരംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് മലയാള സിനിമയിൽ രക്തപുഷ്പം എന്നൊരു സിനിമ KP കൊട്ടാരക്കര ഗണേഷ് പിക്ചേഴ്സിൻ്റെ ബാനറിൽ, അതായത് വളരെയധികം ഹിറ്റ് സിനിമകളെടുത്ത ഒരു ബാനറായിരുന്നു. അവരുടെ ഒരു വനസാഹസിക ചിത്രം, വനത്തിലെ കള്ളക്കടത്തുകാരുടെയും ഒക്കെ ഒരു പ്രത്യേക ചിത്രമായിരുന്നു രക്തപുഷ്പം സിനിമ. ആ സിനിമയിലാണ് വിജയശ്രീ ആദ്യമായിട്ട് നായികയാവുന്നത്. സർക്കസ് കമ്പനിയിൽ വെച്ച് വിരണ്ടോടി ഒരു സിംഹത്തിന്റെ കഴുത്തിന് ഒറ്റ ഞെക്ക് ഞെക്കി ഇരുത്തിയവളാണ് എന്റെ അമ്മ. ഞാൻ പോട്ടെ, അമ്മ അറിഞ്ഞ കുന്നുകളിൽ. ഇത്ര പെട്ടെന്ന് ഓടി പോകാനാണോ ഉടനെ ഇങ്ങോട്ട് വന്നത്? പിന്നെ എന്ത് കാര്യത്തിനാ? ചുമ്മാ ഒന്ന് കാണാൻ. ഇത്ര നാളും പിന്നെ ആരെയാ കണ്ടത്? അങ്ങനെ അതിൽ 2 നായികമാരുണ്ട്. അതിലൊരു നായികയായിരുന്നു അതിൽ. ആ വനത്തിലെ ആ പ്രത്യേകതരം ഡ്രസ്സോട് കൂടിയ നാടോടികളായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു വിജയശ്രീയുടെ. അന്ന് തൊട്ട് മലയാള സിനിമാ പ്രേക്ഷകരിൽ വിജയശ്രീ
അവരുടെ ചടുലമായ നടത്തത്തിലും വശ്യങ്ങളായ നോട്ടങ്ങൾ കൊണ്ടും പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കിയിരുന്നു. അങ്ങനെ വിജയശ്രീ ഒരു സെക്സ് ബോംബെന്ന് വരെ വിശേഷിപ്പിച്ച പത്രങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയായിരുന്നാലും ശരി തന്നെ അവരിൽ ഒരു നല്ല നടിയും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ തെളിയിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള മാദക റോളുകളായിരുന്നെങ്കിൽ പിന്നീട് നമുക്ക് അവരൊരു നല്ല നടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞൊരു ജീവിതമായിരുന്നു അവരുടേത്. പക്ഷേ ഇന്നൊരു സിനിമയാക്കിയാൽ അത് വളരെയധികം വിജയിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും അവരുടെ ജീവിതത്തിലുണ്ടായി. തികച്ചും നിഷ്കളങ്കയും സ്നേഹമയമായ ആ പെൺകുട്ടിക്ക് വളരെയേറെ ദുരന്തങ്ങളെ കാത്തിരിക്കേണ്ടി വന്നു ഒരു സിനിമാ കഥ പോലെ. അവർ ആ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് പ്രതി നൃത്തങ്ങളും അങ്ങനെ ചെയ്തു. ഉദയായുടെ ഉദയനൻ്റെ മകനിൽ സത്യൻ്റെ ഒരു ജോഡിയായിട്ട് അവർ പ്രത്യക്ഷപ്പെട്ടു. ചെറിയ വേഷങ്ങളായിരുന്നു. അവരുടെ നൃത്തരംഗങ്ങളിലും പാട്ടുരംഗങ്ങളിലുള്ള പാഠവും അതുതന്നെയായിരുന്നു. പിന്നീട് ആ കാലഘട്ടത്തിൽ ഇവർക്ക് ബ്രേക്കായി തീർന്നത് പ്രേം നസീർ ഷീല ജോഡികൾ വേർപിരിയുന്നു. വേർപിരിഞ്ഞു വന്നപ്പോൾ ഉദയായ്ക്കൊരു നല്ല നായിക ഇല്ലാതായി. ഷീല ഉദയ ചിത്രങ്ങളിൽ നിന്ന് മാറുകയും പ്രേം നസീറിനോട് അഭിനയിക്കാൻ ഇല്ലെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഉദയായ്ക്ക് പ്രേം നസീറിന് വേണ്ടി ഒരു പുതിയ നായികയെ കണ്ടെത്തേണ്ടി വന്നു. അപ്പോൾ അവരുടെ ചെറിയേറെ വേഷങ്ങൾ അഭിനയിച്ചതിൻ്റെ വിജയശ്രീയാണ് അവർ തിരഞ്ഞെടുത്തത്. അങ്ങനെ പ്രേം നസീർ വിജയശ്രീ എന്ന മറ്റൊരു ജോഡി അവിടെ ഉടലെടുക്കുകയായിരുന്നു. അത് ആരോമരുണിയാണ് ആദ്യത്തെ ഹിറ്റ്. അതിലെ കണ്ണാ ഒരു വളരെ 6 മിനിറ്റോളം ദൈർഘ്യം വരുന്ന ആ പാട്ട് ഇന്നും മലയാള സിനിമയിലെ അവിസ്മരണീയമായ കണ്ണഞ്ചിപ്പിക്കുന്ന സെറ്റുകളോടുകൂടിയ ഒരു സ്വപ്നതുല്യമായ പാട്ടായിരുന്നു അത്. അത് കുഞ്ചാക്കോയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആ ചിത്രം ഇന്നും ആ രംഗങ്ങൾ ഇന്നും പ്രേക്ഷകന് ഇത്ര സുഖം പകരുന്നൊരു കാഴ്ചയില്ല. അങ്ങനെ പ്രേം നസീർ വിജയശ്രീ ജോഡി മലയാള സിനിമയിലെ ഒരു ഹിറ്റ് ഘടകമായി തീർന്നു. അവർ തമ്മിൽ അഭിനയിപ്പിക്കാൻ പിന്നെ മത്സരമായിരുന്നു. പുതിയതായിട്ട് കുറേയധികം പടങ്ങളിൽ പോസ്റ്റ്മാനെ കാണാനില്ല എന്നൊരു വിവാദ ചിത്രം തന്നെ ഉണ്ട്. അത് ആ കാലഘട്ടത്തിലെ ഉദയായി എപ്പോഴും അങ്ങനെ കാലഘട്ടത്തിന് ചേരുന്ന സംഭവങ്ങളെ വിവാദ വിഷയങ്ങളെ ചലച്ചിത്രമാക്കുന്നതിൽ ആ സമയത്ത് നക്സലിസം കേരളത്തിൽ വേരോടിയുന്ന സമയമായിരുന്നു. നക്സൽ ബാരികളും ഒളിവിൽ കഴിഞ്ഞ ആൾക്കാരെയൊക്കെ. അങ്ങനെ പ്രേം നസീർ വിജയശ്രീ ജോഡികൾ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രം ഒരുപാട് വിവാദമുണ്ട്. അതിലെ ഗോവിന്ദൻകുട്ടിയുടെ ബലാത്സംഗവും അതിന് എല്ലാം തയ്യാറെടുത്ത് നിന്നിരുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ദോ രഹ എന്നൊരു ഹിന്ദി സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിലെ ഒരു ബലാത്സംഗ രംഗത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇതിലെ ഒരു ബലാത്സംഗം. അപ്പോൾ അത് കുഞ്ചാക്കോ പ്രത്യേകം പറഞ്ഞു, ഗോവിന്ദൻകുട്ടിയോട് പറഞ്ഞിരുന്നു, ഗോവിന്ദൻകുട്ടി നിങ്ങൾ വിചാരിക്കുന്നതിനൊക്കെയല്ല, അവർ ശരിക്കും എതിർക്കും, നിങ്ങൾ അവരെ എതിർത്ത് തോൽപ്പിക്കണം. ഇവിടെ വിജയശ്രീ എടുത്ത് പറഞ്ഞ് ഗോവിന്ദൻകുട്ടി ഭയങ്കരനാണ്, അയാൾ എന്ത് ചെയ്താലും നിങ്ങൾ ഫോഴ്സ് ചെയ്ത് എതിർത്ത് നിൽക്കണമെന്ന് പറഞ്ഞു. രണ്ടുപേരും ഈ കുഞ്ചാക്കോയുടെ വാക്കോട് പരസ്പരം പൊരുതി ക്യാമറ ഇട്ടിട്ട് അവസാനം രണ്ടുപേരും മത്സരിച്ച് ഒരു ബലാത്സംഗത്തിന് യഥാർത്ഥ എഫക്റ്റ് ഉണ്ടാക്കിയെടുത്തു. മലയാള സിനിമയിലെ ഒരു ഏറ്റവും വലിയ ബലാത്സംഗ സീനെന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാം. പക്ഷേ അതിൽ വിജയശ്രീ കാണിച്ച തന്മയത്തമായ പ്രകടനം അവരെ പ്രേക്ഷകരെ ഒരു മാദക നടിയാക്കി മാറ്റി. ഓ, അപ്പൊ മുണ്ട് ഊരിഞ്ഞു. അമ്മേ, അമ്മേ, ഓ അമ്മേ. ആരാത്? ഞാനാ, പോസ്റ്റ്. ഓ, പോസ്റ്റാണോ? ഓ, ഒന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ വരണ്ടേ? എന്താ വേണ്ടത്? ടുലറ്റ് എന്ന് കണ്ടു,
എന്നാ നോക്കിക്കളയാമെന്ന് കരുതി. ഓഹോ, വീട്ടിലാണോ? പിന്നീട് പുതിയതായിട്ട് കുറേ സിനിമകളിൽ അവരെ മാതക വേഷം, ഏത് സിനിമ ചെയ്താലും അവരെ അംഗഭംഗിക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അവരെ വസ്ത്രവിധാനം, തനിനിറം, തേനരുവി, അങ്ങനെ കുറേയധികം പടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവരുടെ നൃത്തങ്ങളും അവരുടെ ഗാനരംഗങ്ങളിലും അവരുടെ മാതകഭംഗിയെ മാക്സിമം ചൂഷണം ചെയ്ത് സംവിധായകർ അവരെ മുതലെടുത്തു. പക്ഷേ പ്രേക്ഷകനത് വേണമായിരുന്നു. പക്ഷേ അവരെങ്ങനെ അഭിനയിക്കാൻ യാതൊരു മടിയും കാണിച്ചില്ല. കഥാപാത്രം എന്താവശ്യപ്പെടുന്നോ അതിന് തയ്യാറാവുന്ന വേഷവിധാനങ്ങളോടുകൂടി അവർ നിന്നു. അങ്ങനെ വിജയശ്രീ മലയാളത്തിൽ അന്ന് വരെ നിലനിന്നിരുന്ന ഒരു നായികാ സങ്കല്പത്തെ മാറ്റിമറിക്കും, നായികയുടെ വേറൊരു വ്യത്യസ്തമായ മാനങ്ങളിലൂടെ വിജയശ്രീ എന്ന നടിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ മലയാളികൾ എന്നും ഒരു മാദക സുന്ദരി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കഥാപാത്രമായിരുന്നു അത്. പക്ഷേ സുബ്രഹ്മണ്യം മുതലാളി അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഇവർക്ക് പ്രത്യേകത സ്ഥാനം കൊടുക്കുകയും, കാട്, സ്വർഗപുത്രി എന്നൊരു സിനിമയുണ്ട്. സ്വർഗപുത്രി വളരെയധികം ഒരു നല്ല റോളായിരുന്നു അവർക്ക്, വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യുന്ന. അങ്ങനെ അതുപോലെ KS സേതുമാധവ് സാറിൻ്റെ ആദ്യത്തെ കഥ, അതിലൊരു വ്യത്യസ്ത റോളായിരുന്നു അദ്ദേഹത്തിന്. കേശവദേവൻ്റെ കഥാപാത്രം ഈ ആദ്യത്തെ കഥയിൽ പ്രേംനസീർ കഥ എഴുതാൻ വരികയും തൊട്ടടുത്ത പെൺകുട്ടിയായിരുന്നു വിജയശ്രീ. അപ്പോൾ സേതുമാധവ് സാറിൻ്റെ സിനിമകളിലൊക്കെ വിജയശ്രീക്ക് നല്ല റോളുകൾ കൊടുത്തിരുന്നു. അങ്ങനെ നല്ല ഡയറക്ടേഴ്സും അവരെ, അതുപോലെ രാമു കരേട്ടിൻ്റെ സംവിധാനത്തിൽ K. സുരേന്ദ്രൻ്റെ മായ എന്ന നോവലിനെ ജയകുമാരൻ സിനിമ ഇറക്കിയപ്പോഴും അതിൽ നല്ല റോളായിരുന്നു. അപ്പോൾ AB രാജ് ആ കാലഘട്ടത്തിൽ ശശികുമാർ സാറിൻ്റെയും AB രാജിൻ്റെയും എന്ന് വേണ്ട എല്ലാവരുടെ സിനിമകളിലെ ഒരു ബോക്സ് ഓഫീസ് ഘടകമായിരുന്നു വിജയശ്രീ. വിജയശ്രീയും നസീറും ഉണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് കളക്ഷൻ പോയിൻ്റായിട്ട് മാറി. അങ്ങനെ പ്രേക്ഷകർ ഇവർക്ക് വേണ്ടി കഥാപാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഒരുപാട് കഥാപാത്രങ്ങൾ, CID കഥാപാത്രങ്ങളുടെ രണ്ട് സീനുകളിൽ തന്നിടത്തിൽ വളരെയധികം കളരി അഭ്യാസമൊക്കെ കാണിക്കുന്ന ഒരു നായികയായിരുന്നു. ഗുരുകുലം വളർത്തിയ കുളിര എന്നൊരു പാട്ട്, അതിൽ പ്രേംനസീറും വിജയശ്രീ കളരിയിൽ കൂടാണ് പാട്ടിൻ്റെ നൃത്ത സംവിധാനം ചുവടുകൾ വെച്ചേക്കുന്നത്. അത്തരം ഒരു പാട്ട് തന്നെ മലയാളത്തിൽ ഇങ്ങനെ ആദ്യമായിട്ടായിരുന്നു. ഗുരുകുലം വളർത്തിയ കുളിരേ, കുവലയമഴകേ, ഇളം പൂന്തളിർ കൊണ്ടാൽ മുറിയും നിന്മാറി ഇരുമ്പു കൊണ്ടെന്തിനീ കവചം. അങ്ങനെ ഒരു എന്താണ് സ്ത്രീയിലെ കരുത്തുറ്റ ആയോധന കലകൾ പ്രകടിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തെ വിജയശ്രീക്കല്ലാതെ മറ്റാർക്കും അവതരിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പുതിയയുടെ പൊന്നാപുരം കൊണ്ട സിനിമയിലുണ്ട്. അതിൽ സ്വന്തം അച്ഛനെ കൊന്നവരുടെ പ്രതികാരം വീട്ടാൻ നടക്കാൻ ആൺവേഷം കെട്ടിയാണ്, അവർക്ക് ആൺമക്കൾ ആൺവേഷം കെട്ടിയിട്ടാണ് വരുന്നത്. ആൺവേഷം കെട്ടി ഒളിച്ചു താമസിക്കുകയും തൻ്റെ ശത്രുക്കളോട് പടപൊരുതാൻ വരികയും ചെയ്യുന്ന ഒരു നൃത്ത മത്സരമുണ്ട്, ആദ്യപരാശക്തി അമൃത വർഷിണി എന്ന് പറയുന്ന ആ നൃത്തരംഗവും. അതുകൂടാതെ ഒരു ദിവസം ഒരു കുളിക്കാൻ നേരത്ത് ഈ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി കുളിക്കുന്ന രംഗം പ്രേംനസീർ ഒളിച്ചു കാണുന്നതാണ്. അതിനകത്തൊരു പാട്ട്, മന്ത്രമോതിരം മായമോതിരത്തൊരു പാട്ടുണ്ട്. മന്ത്രമോതിരം മായമോതിരം ഇന്ദ്രജാല കല്ലുമോതിരം, പൂക്കളെ അപ്സര സ്ത്രീകളാക്കും, ഇത് ഭൂമിയെ സ്വർഗമാക്കും. പൂക്കളെ അപ്സര സ്ത്രീകളാക്കും, ഇത് ഭൂമിയെ സ്വർഗമാക്കും. അപ്പോൾ അവരുടെ ആ കുളിസീൻ അപ്പാടെ ഉദയ സിനിമയിൽ പകർത്തി കാണിച്ചു എന്നൊരു പ്രശ്നമുണ്ടായി. അത് അവരുടെ ജീവിതത്തിൽ വഴിത്തിരവായി തീർന്നു. അത് പക്ഷേ മദ്രാസിൽ അന്ന് ഈ മലയാള സിനിമ ഒന്നും പ്രദർശിപ്പിക്കത്തില്ലായിരുന്നു. അപ്പോൾ കുളിക്കുന്നതിൻ്റെ ഇടയിലങ്ങോട്ട് അവരുടെ ഈ മേൽവസ്ത്രം ഒന്നഴിയുകയും ആ സമയത്ത് ക്യാമറ ചിത്രീകരിക്കുകയും ചെയ്തു. ഇവരിത് അറിയുന്നില്ല. പക്ഷേ അത് കേരളത്തിൽ 73-ലാണെന്ന് തോന്നുന്നു ആ സിനിമ കേരളത്തിലെ തിയേറ്ററിൽ എത്തുകയും അത് ഈ വിവരം അവരുടെ കണ്ണുകളിൽ എത്തിച്ചു. ആരുടെയും ശ്രദ്ധയപ്പെടാതെ ഇങ്ങനെ വന്നുപോയി. ഒരല്പം മേൽമുണ്ട് വിരിഞ്ഞു പോകുന്നതും അവരുടെ നഗ്നമേനി കാണിക്കുന്ന രീതിയിൽ. അപ്പോൾ അവർ കൊണ്ട് പരാതി കൊടുത്തു. പക്ഷേ 3 ദിവസങ്ങളിൽ അത് കട്ട് ചെയ്ത് നിർമ്മാതാക്കളൊക്കെ മാപ്പ് പറഞ്ഞ് പ്രശ്നങ്ങൾ തീർന്നു. പക്ഷേ ഇതിൻ്റെ പേരിൽ അവർക്ക് ഒരുപാട് പരാതികളും പരിഭവങ്ങളും കേൾക്കേണ്ടതാണ്. ഇത് അവർ മാദക റോളുകളിൽ നിന്നും നല്ല റോളുകൾക്ക് മാറ്റാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ കുറച്ച് നല്ല കഥാപാത്രം കിട്ടിവരുമ്പോൾ ഇത് അവരുടെ ഇമേജിനെ ബാധിക്കുമെന്ന് അവർ പറഞ്ഞു. ഇത് ഇങ്ങനെ പ്രദർശിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അക്കാലത്ത് ഇവർ ഈ പത്രക്കാർ ഇവരൊരു ഒന്നും അറിയാത്തൊരു കുട്ടിയായിരുന്നു.
ശരീരം മാത്രം മരുന്നെങ്കിലും മനസ്സ് വളരെ ചെറുതായിരുന്നു. ഏതോ പത്രക്കാരൊക്കെ ഒന്ന് ചോദിക്കും, പത്രക്കാർ ഇവർ ചൊടിപ്പിക്കാൻ വേണ്ടി പറയും, ഇവരിൽ നിന്ന് കിട്ട് എടുക്കുകയും അവരറിയാതെ ചില കാര്യങ്ങൾ എന്നെ കരിവാച്ച് കാണിച്ചു, അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസറിനെ പറ്റി ഒക്കെ ഒരു പരാതി പറയുകയും ചെയ്തു. അങ്ങനെയാണ് അപ്പോൾ ഈ പ്രൊഡ്യൂസർ ഇവർക്കെതിരെ കേസ് കൊടുക്കും, അവർ പ്രൊഡ്യൂസർക്കെതിരെ കേസ് കൊടുക്കും. പക്ഷേ ഇതിന് നൂലാമാലകളൊന്നും അവർക്കറിയത്തില്ലായിരുന്നു. ഒരു പത്രക്കാരൻ ചോദിച്ചതിൻ്റെ മറുപടിക്കായിട്ടാണ് അവരിങ്ങനെ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ദുരന്ത ഫലങ്ങൾ വളരെ ദൂഷ്യ ഫലങ്ങളുണ്ടാക്കി അവരുടെ കരിയറിൽ തന്നെ. ആ ഒരു നിസ്സാരമായൊരു പത്രത്തിൽ വന്ന പ്രസ്താവന അത് പ്രൊഡ്യൂസേഴ്സ് മുതലാക്കുകയും അതിനെതിരെ ഇവർക്ക് ദുർബലമായി അവർക്കെതിരെ കേസുകൾ കെട്ടിച്ചമയ്ക്കുകയും അവരൊരു പത്മവ്യൂഹത്തിൽപ്പെടുത്തി ഒരു ബന്ധനത്തിലാക്കുകയും ചെയ്തു. ആ ദുരന്ത കഥ നമുക്ക് അടുത്ത അദ്ദേഹത്തിലേക്ക് കേൾക്കാം. സെല്ലുലോയിഡിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. അടുത്ത ലക്കത്തിൽ വിജയശ്രീയുടെ ദുരന്ത കഥയിലേക്ക് നമുക്ക് കടക്കാം.